ഹലോ ഗൈസ്, വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വെജിറ്റബിൾ സമൂസ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ പെട്ടെന്ന് യൂട്യൂബിൽ ലഭിക്കാൻ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഓപ്ഷനിൽ ഓൾ എന്നത് സെലക്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ യൂട്യൂബിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വെജിറ്റബിൾസ് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതായത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് 1-2 സവാള അരിഞ്ഞത്, ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു കേബേജിൻ്റെ 1/4 ഭാഗം അരിഞ്ഞത്, 4 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് തുടങ്ങിയവ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ 50 ഗ്രാം പച്ച പട്ടാണി കടലയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ പുഴുങ്ങി വേവിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ ഗ്യാസ് സ്റ്റവ് കത്തിച്ച് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാൻ വെച്ചു. എന്നിട്ട് അതിലേക്ക് ആ ഉരുളക്കിഴങ്ങ് ഇട്ട് ഒരു അടപ്പ് വെച്ച് അത് അടച്ചു. അങ്ങനെ ഇത് അരമണിക്കൂർ വേവാൻ വെക്കണം. അപ്പോൾ ഇതിൽ വെള്ളം നല്ല തിളക്കുന്നുണ്ട്. അത് തുറന്ന് ഉരുളക്കിഴങ്ങ് വെന്തോന്ന് അറിയാൻ വേണ്ടി ഇതേപോലെ എന്തെങ്കിലും ഉപയോഗിച്ച് കുത്തി നോക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ അകത്തേക്ക് ഇത് നൈസായിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് ഈ ചൂടുവെള്ളത്തിൽ നന്നായി പുഴുങ്ങി വന്നിട്ടുണ്ടാവും. അന്നേരം ഞാൻ ആ ഉരുളക്കിഴങ്ങ് എടുത്ത് തണുത്ത പച്ചവെള്ളത്തിലേക്ക് ഇട്ടു. അപ്പോൾ അത് തണുത്ത് വരും. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് എടുത്ത് നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തോല് ഇതുപോലെ എടുത്ത് കളയണം. അങ്ങനെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തോല് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഇനി ഈ പുഴുങ്ങി വേവിച്ച ഈ ഉരുളക്കിഴങ്ങ് ഒരു സ്റ്റീൽ കിണ്ണത്തിലിട്ട് ഇതിങ്ങനെ കുത്തി ഞെലിച്ച് പൊടിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ അത് കുത്തി ഞെലിച്ച് പൊടിയാക്കി എടുക്കുന്നു. അപ്പോൾ ഈ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് അവസാനം ഇതുപോലെ പൊടിയായിട്ട് നമുക്ക് കിട്ടും. അടുത്തതായി വെജിറ്റബിൾ മസാല റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഗ്യാസ് സ്റ്റവ് കത്തിച്ചു. എന്നിട്ട് അതിലേക്കൊരു ഉരുളി വെച്ചു, അതായത് ഒരു ചട്ടി വെച്ചു. എന്നിട്ട് ഈ ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും വീട്ടിൽ ആട്ടിയെടുത്ത നല്ല നാടൻ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അത് ഞാൻ ഈ ചട്ടിയിലേക്ക് അല്പം ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒഴിച്ചു കൊടുത്തു ശേഷം ഈ ചട്ടിയിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് സവാള വാടി വരാൻ വേണ്ടി നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അതുപോലെ ഇതിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഈ സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ സവാള വാടി വന്നാൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക്, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതുപോലെ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇതിലേക്ക് ഇടണം. പച്ചമുളക് ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. അതുപോലെ അരിഞ്ഞു വെച്ച തക്കാളിയും ഇതിലേക്ക് ഇടുന്നു. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഓക്കെ, ഇളക്കി കൊടുത്തു. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അതും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നല്ല കാശ്മീരി ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു മുളക് പൊടി ഇട്ടാൽ മതി. അതുപോലെ കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കണം. അതും ഇട്ട് കൊടുത്തു. അങ്ങനെ ഈ മസാല കൂട്ടുകളൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇവിടെ ഇതിലേക്ക് ഉപ്പിടാൻ മറക്കരുത്. പാകത്തിന് ആവശ്യമായ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് മൊത്തത്തിൽ ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് മസാല ഉണങ്ങി വന്നു കഴിഞ്ഞാൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ മസാല സെറ്റായി വരും. ഇനി ഈ മസാലയിലേക്ക് മുറിച്ച് വെച്ച വെജിറ്റബിൾസ്, അതായത് ബീൻസ്, കേബേജ്, പച്ച പട്ടാണി കടല എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഈ ചട്ടിയിലേക്ക് ഒരടപ്പ് വെച്ച് അടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റോളം വേവാൻ വെക്കേണ്ടതുണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കുമ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നേരത്തെ പുഴുങ്ങി വേവിച്ച് പൊടിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇത് മൊത്തം മിക്സ് ചെയ്തു. അപ്പോൾ ഇത് കുറച്ച് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ മസാല റെഡി. അടുത്തത് ഒരു ചെറിയ ബോൾ, ഒരു കിണ്ണം എടുത്ത് അതിൽ മൈദയും വെള്ളവും ഇട്ട് മിക്സ് ചെയ്തിട്ട് സമൂസ ഉണ്ടാക്കുമ്പോൾ സമൂസയുടെ ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടി പശ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിവിടെ മൈദയും വെള്ളവും മിക്സ് ചെയ്തിട്ട് മൈദയുടെ പശ തയ്യാറാക്കി. അടുത്തത് സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷീറ്റ് എടുക്കണം. ഇത് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ സമൂസയ്ക്ക് ഈ ഷീറ്റ് മടക്കേണ്ടത് ഇതുപോലെ ത്രികോണാകൃതിയിൽ മടക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു വെജിറ്റബിൾ മസാല ഒരു സ്പൂണ് കൊണ്ട് കോരിയെടുത്ത് ഇതുപോലെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം.
എന്നിട്ട് അതായത് ഈ ഷീറ്റ് ഇതേപോലെ ത്രികോണാകൃതിയിൽ തന്നെ മടക്കി പോവുക. അവസാനം ഇതിൻ്റെ ഈ ഷീറ്റ് ഒട്ടിക്കാനുള്ള ആ ഒരു ഭാഗത്തേക്ക് അറ്റത്തേക്ക് എത്തും. അവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മെയ്ദയുടെ പശ എടുത്ത് ഇതേപോലെ തേച്ച് കൊടുത്ത് ഈ സമൂസേൻ്റെ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ സമൂസയുടെ ഷേപ്പിൽ ഇത് കറക്റ്റ് ഒട്ടി നിൽക്കും. ഇപ്പോൾ ഇവിടെ സമൂസ സെറ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെ മറ്റുള്ള എല്ലാ സമൂസയുടെ ഷീറ്റും എടുത്ത് മടക്കി സമൂസയാക്കി എടുക്കണം. അങ്ങനെ സമൂസയുടെ ഷീറ്റൊക്കെ മടക്കി എല്ലാം സമൂസ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു പാനിൽ എണ്ണ തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടി എല്ലാം മടക്കിയെടുത്ത സമൂസയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതിലെ സമൂസ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി കൊടുക്കുക. അതുപോലെ ഈ സമൂസ അടിയും മുകളിലൊക്കെ വേഗം വലിച്ച് ഇത് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ എല്ലാ സമൂസയും മറിച്ചിടണം. അവസാനം ഈ സമൂസ എല്ലാം ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ അത് നല്ല വെന്ത് പൊരിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ സമൂസ നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൊരിഞ്ഞ സമൂസ ഈ ഒരു കയ്യിൽ കോരി എടുത്തിട്ട് വേറൊരു കയ്യിലേക്ക് ഇട്ട് അതിൻ്റെ എണ്ണ ഊറ്റിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ എല്ലാ സമൂസയും നല്ല പോലെ വെന്ത് പൊരിച്ചെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ അങ്ങനെ സമൂസ ഉണ്ടാക്കി കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതൊരു കിഡ്ലൻ സമൂസ തന്നെയാണ്. നല്ല മണം കേട്ടോ. ഇനി ഈ ഒരു വെജിറ്റബിൾ സമൂസ ഞാൻ കഴിച്ച് നോക്കട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. ഇതുപോലെ അടിപൊളി പുതിയ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണാം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഈ വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.